അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പരിചയപ്പെട്ടു. ഇന്ന് മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആനിക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു സ്വഹാബിക്കും ലഭിക്കാത്ത അപൂർവമായ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ അഖറ അലൈക്കൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഇത് കേട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വികാരഭരിതനായിട്ട് ചോദിച്ചു, നബിയെ, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞു, അതെ. ഇത് കേട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. മറ്റൊരാൾക്കും ലഭിക്കാത്ത അപൂർവമായ ഒരു അംഗീകാരമാണല്ലോ ഇത്. പരിശുദ്ധമായ ഖുർആനെ കുറിച്ചുള്ള മഹാന്റെ ആഴത്തിലുള്ള അറിവിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഉബയ്യെ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, ആയത്തുൽ കുർസിയാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ഞിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ലിയഹ്നിക്കൽ ഇൽമു അബാ മുന്തിർ. ഓ അബൂ മുന്തിറ, നിങ്ങൾക്ക് ഈ അറിവൊരു മംഗളമാവട്ടെ എന്ന്. ഖുർആൻ പാരായണത്തിൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നേടിയ വൈദഗ്ധ്യം, അവിടുത്തെ പ്രാവീണ്യത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അഖ്റഉഹും ലി കിതാബില്ലാഹി ഉബയ്യ് ഇബ്നു കഅബ്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഏറ്റവും മനോഹരമായി പാരായണം ചെയ്യുന്നത് ഉബയ്യ് ഇബ്നു കഅബ് ആണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിനു ശേഷം മസ്ജിദുൻ നബവിയിലെ ഏറ്റവും വലിയ ഖുർആൻ പഠന സദസ്സ് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. വലിയ സ്വഹാബാക്കളിൽപ്പെട്ട, പ്രമുഖരായ സ്വഹാബാക്കളിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും പോലത്തെ വ്യക്തികൾ ആ സദസ്സിലെ അംഗങ്ങളുമായിരുന്നു. അനാവശ്യമായ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകൾ മാത്രം കരസ്ഥമാക്കാൻ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുമായിരുന്നു. ഒരിക്കൽ അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങളുടെ വിധികർത്താവാക്കുക, നിങ്ങളുടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുൻനിർത്തുക എന്ന്. മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭരണകാലങ്ങളിലാണല്ലോ പരിശുദ്ധമായ ഖുർആനിൻ്റെ ക്രോഡീകരണം നടക്കുന്നത്. ആ ക്രോഡീകരണം നടക്കുന്ന സമയത്ത് അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലേറ്റിയ ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.